ശ്രീ കൃഷ്ണകുമാർ, കേരളത്തിന്റെ പ്രതീക്ഷകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വയനാട് പുനരധിവാസം, വിഴിഞ്ഞം പ്രത്യേക പദ്ധതി ഒക്കെ നമ്മൾ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ചോദിക്കുമ്പോൾ അതൊക്കെ ഏത് രീതിയിൽ കൃത്യമായി കേന്ദ്രം വിലയിരുത്തും? അതിനുതകുന്ന തരത്തിൽ അനുകൂലമായൊരു ബജറ്റ് തന്നെ ആയിരിക്കുമോ? എന്തെല്ലാം കാര്യങ്ങളിൽ ഇനിയും കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റുകളിലും കേരളം ബഡ്ജറ്റിൻ്റെ അവതരണ സമയത്ത് കേന്ദ്രത്തോട് ആവശ്യങ്ങൾ നികത്തുകയും അത് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ നിരാകരിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ പ്രാധാന്യമൊന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുത്തില്ല. ഈ ബഡ്ജറ്റിൽ കേരളത്തിന് വാങ്ങിക്കോരി കൊടുക്കും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേരളത്തിലെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലോ കേരളത്തിന് സ്വന്തമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലോ ഒക്കെയുള്ള താല്പര്യത്തെക്കാളും കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനാണ് അവർ മുൻഗണന നൽകുന്നത്. അപ്പം കേരളത്തിന് ധനസഹായം ചെയ്യുന്ന കാര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ദൂരീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ പല നടപടികളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പല നടപടികളും ഇവിടെ കൈക്കൊള്ളപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, നേരത്തെ ശ്രീ റോണി സൂചിപ്പിച്ചതുപോലെ ധൂർത്ത് ചെലവെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ളപ്പോഴും ഹെലികോപ്റ്ററിന് മാസാമാസം കൊടുക്കുന്ന വാടക അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സമീപനം, കേരളത്തിന് വ്യക്തമായ ഒരു സാമ്പത്തിക സമീപനം ഉണ്ടാകണം. കേന്ദ്രം കേരളത്തെ സഹായിക്കണം. പക്ഷേ കേരളത്തിന് സഹായങ്ങൾ കിട്ടട്ടെ, കേരളത്തിന് ഈ വയനാട്ടിലെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെയുള്ള മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ GST കോമ്പൻസേഷൻ ഡിലേഡ് ആകുന്നു എന്ന് പറയുന്നു. അതുപോലെ കേന്ദ്ര സർക്കാർ ആർബിട്രറി ആയിട്ട് ചില ബോറോവിങ് ലിമിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കേരളത്തിൻ്റെ കടം വാങ്ങാനുള്ള ശേഷിയെ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ കുറച്ച് സത്യമുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കേന്ദ്ര സർക്കാരിന് ധനകാര്യ കമ്മീഷനുകൾ ഫോളോ ചെയ്യുന്ന ചില നയങ്ങളുണ്ട്. അതനുസരിച്ച് പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കേരളത്തിൻ്റെതായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ കടം കിട്ടാത്തതിനുണ്ട്. പക്ഷേ കടം കിട്ടാത്തതിനുള്ള ന്യായീകരണങ്ങൾ പറയുന്നതിനേക്കാളേറെ കേരളം സ്വന്തം കാലിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, സ്വന്തം കാലിൽ നിൽക്കണമെന്നല്ല പറയുന്നത്, കുറേ കൂടി ധൂർത്ത് ചിലവൊക്കെ കുറച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പരാതികളുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കൃഷ്ണദാസ് സാറെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹം ഈ 2ാം റൗണ്ട് തുടങ്ങി വെച്ചൊരു കാര്യം, അത് എനിക്ക് ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു വലിയ സമ്പദ്ഘടനയായിട്ട് 2040 മാറത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ചൈനയും നമ്മളും തമ്മിലുള്ള വരുമാനത്തിലുള്ള അന്തരം എന്ന് പറയുന്നത് ഒരു അന്തരം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പല വിദേശ രാജ്യങ്ങളുടെയും വളർച്ച നിരക്കിനേക്കാൾ കൂടിയ വളർച്ച നിരക്ക് ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. 3% അതിൽ താഴെയും പല വിദേശ സമ്പന്ന രാജ്യങ്ങൾക്കും വളർച്ച നിരക്കുള്ളപ്പോൾ ഇന്ത്യയുടെ വളർച്ച നിരക്ക് 6%-ലധികമാണ്. അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആഗോളതലത്തിലുള്ള ഒരു ദാരിദ്ര്യ സൂചിക പട്ടിണി ഇൻഡെക്സ്, പോവർട്ടി ഇൻഡെക്സ് ഈ അടുത്ത കാലത്ത് 3-4 മാസം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിന് ബംഗ്ലാദേശിനേക്കാളും താഴെയാണ് ഇന്ത്യയുടെ സ്ഥിതി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വളർച്ച നിരക്ക് കുറവുള്ള രാജ്യങ്ങളുടെ പട്ടിണി ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ പട്ടിണി കുറവാണ്. ഇവിടെ വളർച്ചയുടെ റേറ്റ് കൂടുന്നുണ്ടെങ്കിലും പട്ടിണി കൂടുതലാണ്. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ വരുമാന വിതരണത്തിനകത്തുള്ള അസമത്വമാണ്, ഇന്നിക്വാളിറ്റിയാണ്. ഈ ഇനിക്വാളിറ്റിയാണ് കുറയ്ക്കേണ്ടത്. ഇനിക്വാളിറ്റി കുറയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ അതാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആശ്രയിക്കുന്ന അസംഘടിത മേഖലയും കാർഷിക മേഖലയ്ക്കും ഒക്കെ ഊന്നൽ കൊടുക്കണം. കോർപ്പറേറ്റുകളുടെ താല്പര്യവും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമല്ല അതിനുള്ള മാർഗം, മറിച്ച് താഴേക്കടയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനിക്വാളിറ്റി ഇല്ലാതാക്കിയാൽ മാത്രമേ സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഉണ്ടാകത്തുള്ളൂ. അസമത്വങ്ങൾ ഇല്ലാതെയാക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറയാം, പണപ്പെരുപ്പം വളരെ കൂടുതലാണ്. ഫ്യുവൽ പ്രൈസ്, ഓയിലിൻ്റെ ഇന്ധനത്തിൻ്റെ വില വളരെ കൂടുതലാണ്. വിമാന യാത്രാ നിരക്ക് വളരെ കൂടുതലാണ്. ഈ എയർലൈൻ പ്രൈസസ് റെഗുലേറ്റ് ചെയ്യുന്നതിനകത്ത് പോലും കഴിഞ്ഞ മാസങ്ങളിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ പല സാധനങ്ങളും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ പണം ചിലവാക്കും, ഹെൽത്ത് കെയറിന് കൂടുതൽ പണം ചിലവാക്കും. എല്ലാ മേഖലകളിലും അത് ഈ കഴിഞ്ഞ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രം ഉണ്ടായിട്ടല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളുടെ ശ്രമഫലമായിട്ട് ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനകത്ത് എല്ലാ സർക്കാരുകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു പങ്കുണ്ടെന്നും ഞാൻ പറയുന്നെങ്കിലും
ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വികസനം എന്ന് പറയുന്നത് ഒരു ലോപ്പ് സൈഡഡ് ഗവൺമെൻറ്റാണ്, ഡെവലപ്മെൻറ്റാണ് നമുക്കുള്ളത്. ഒരു സമീകൃതമായിട്ടുള്ള വികസനമല്ല ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ദാരിദ്ര്യം കൂടുതലാണ്, പട്ടിണി കൂടുതലാണ്, അത് ഒരു വിഭാഗത്തിനാണ്. ആ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വൾനറബിളായിട്ടുള്ള ആളുകളുടെ ഉന്നതിക്ക് ഏത് സർക്കാരായാലും കൂടുതൽ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ സമഗ്രമായിട്ടുള്ള ഒരു വികസനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇൻകം ടാക്സിനെ കുറിച്ച് കൂടെ കേരളത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് പറയുകയാണ്, സൂചിപ്പിച്ചു. ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പദ്ധതിക്കകത്ത് വ്യത്യാസങ്ങൾ വരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്, എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഞാൻ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു ജാനുവരി മാസം ഫെബ്രുവരി മാസം ആകുമ്പോൾ തൊട്ട് പറയും ഇത്തവണ പെൻഷൻ പ്രായം കൂട്ടുമെന്ന്. പെൻഷൻ പ്രായം കൂട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയും, സർക്കാർ കൂട്ടത്തില്ല. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോഴെല്ലാം നമ്മൾ പറയും വരുമാന നികുതിക്കകത്ത് ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെയുള്ള ഒരു ആശാവഹമായ ഒരു റാഡിക്കലായിട്ടുള്ള ചേഞ്ചൊന്നും വരുമാന നികുതിക്കകത്ത് സർക്കാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വയ്ക്കും, പിന്നെ ഇൻകം ടാക്സ് കൊടുക്കാനുള്ള സൗകര്യം കുറേക്കൂടെ ഈസിയാക്കും എന്നൊക്കെ ഉള്ളതല്ലാതെ വരുമാന നികുതിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ സമഗ്രമായ ഒരു അഴിച്ചുപണി നടക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വരുമാന നികുതി ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം പല സോഴ്സസും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ യൂസർ ഫീ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാമെങ്കിലും ബാങ്കിങ്ങിൽ നിന്നും ആ രീതിയിൽ ഗ്രാമീണ തലങ്ങളിലേക്ക് അധികം വികസിക്കാത്തത് കൊണ്ട് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ധീരമായ രീതിയിലുള്ളൊരു നടപടി ഒരു സർക്കാർ കൈക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. പക്ഷേ എനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ നികുതിക്കകത്തുള്ള പല തീരുമാനങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് കൈക്കൊണ്ടതാണ്. അതിനുശേഷം അതായത് ഇപ്പം തന്നെ ഇത്ര 2.5 ലക്ഷം രൂപ മറ്റേ നികുതി ഒഴിവാക്കുക, സ്റ്റാൻഡേർഡ് ഇലക്ഷൻ്റെ തുക, അതേപോലെ ATC അനുസരിച്ച് 1.5 ലക്ഷം രൂപ വരെ ഉള്ള തുകയ്ക്ക് നികുതി കൊടുക്കേണ്ട, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. ആ തീരുമാനിക്കപ്പെട്ട പണം ഇന്നും അതുപോലെ തുടരുകയാണ്. ഈ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ട്, പണത്തിൻ്റെ മൂല്യത്തിനകത്ത് വലിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്, ഈ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. അന്നത്തെ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നതിൻ്റെ മൂല്യം ഇന്ന് 1 ലക്ഷം രൂപ പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായിട്ട് ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ പരിധികൾ വർദ്ധിപ്പിക്കുമ്പോൾ പണപ്പെരുപ്പത്തെ കണക്കിലെടുത്തുകൊണ്ട് വേണം എക്സെപ്ഷൻ പരിധികളും മറ്റും നിർണ്ണയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇൻകം ടാക്സിൻ്റെ പരിധികൾക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും GSTയുടെ റേറ്റിനകത്ത് കുറവുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ ജനങ്ങളുടെ കയ്യിലുള്ള ഡിസ്പോസബിൾ പേഴ്സണൽ ഇൻകം, അവനെ യഥേഷ്ടം ചിലവാക്കുന്ന, അവന് സ്വതന്ത്രമായിട്ട് ചിലവാക്കാവുന്ന തുക വർദ്ധിക്കും. അവൻ്റെ ഡിസ്പോസബിൾ ഇൻകം വർദ്ധിച്ചാൽ അവൻ്റെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെയുള്ള കഴിവ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെവലപ്മെൻറ്റിനുള്ള സഹായകരമായ ഒരു മാർഗമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാക്സ് ഇവേഷനും ടാക്സ് ഒഴിവാക്കൽ കുറയ്ക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നികുതി കുടിശ്ശികകൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. സർക്കാർ പുതിയ വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന്, വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി പണം ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ബഡ്ജറ്റിനകത്ത്. പക്ഷേ സമഗ്രമായ ഒരു അഴിച്ചുപണിയൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പം 91 പിന്നെ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്നപ്പം കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റ്, അത് വളരെ ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റ്, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ബഡ്ജറ്റായിരുന്നു. അതിനുശേഷം ചിദംബരം ഒരുപാട് ഇളവുകൾ കൊടുത്തൊരു ബഡ്ജറ്റ് കൊണ്ടുവന്നു. അതുപോലത്തെ ഒരു റാഡിക്കൽ ചേഞ്ചിൽ നിന്ന് ഉണ്ടാകുന്ന ബഡ്ജറ്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇതുവരെ കൊണ്ടുവന്നിട്ടുമില്ല, ഇനി ഇത്തവണ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.